യാഥാർത്ഥ്യത്തെ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ആ വിശ്വാസം ഒരു അന്ധവിശ്വാസമാകുമ്പോഴോ? ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിതിൻ ആണ്. വെൽക്കം ടു ദ ഷോ. സർ, ഈ ഒരു വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ എല്ലാത്തിലും വിശ്വാസം അർപ്പിക്കുന്ന കൂട്ടത്തിലാണ്. പല കാര്യങ്ങളും നമ്മൾ ആ ഒരു വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. നാളെ എന്ത് സംഭവിക്കുന്ന അറിയില്ലെങ്കിലും അതൊരു വിശ്വാസമാണ്. പക്ഷേ ഇതൊരു അന്ധവിശ്വാസമായി മാറുന്നത് എപ്പോഴാണ്? നമ്മുടെ വിശ്വാസം മോറലായിട്ടുള്ള ലീഗലായിട്ടുള്ള നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ധനസമ്പാദനത്തിനോ വളർച്ചയ്ക്കോ നേട്ടങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളഞ്ഞ വഴിയിൽ ട്രൈ ചെയ്യുമ്പോഴാണ് പലപ്പോഴും അന്ധവിശ്വാസങ്ങൾ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ കുറച്ച് ശതമാനം ആൾക്കാർക്കെങ്കിലും പെട്ടെന്ന് വലുതാവുക അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നേട്ടങ്ങൾ കൈവരിക്കുക എന്നുള്ള മോട്ടിവേഷൻ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ചെറിയ വിശ്വാസവും കൂടുതൽ ഇറാഷണലായിട്ടുള്ള ഇമ്മോറലായിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ലൈഫിൽ എന്തെങ്കിലും ആക്ടിവിറ്റികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് ഇത് വലിയ രീതിയിൽ സമൂഹത്തിനും മറ്റു വ്യക്തികൾക്കും ദോഷം ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നത്. അത് മാത്രമല്ല, അവരുടെ ലൈഫ് കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും നിരാശയിലേക്കും അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടും ഡിസ്ട്രസ്ഡ് ആയിട്ടും ഒക്കെ പോകുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. സർ, ഈ ഒന്നിലും തൃപ്തിയില്ലാത്ത ആൾക്കാരാണോ ഈ ഒരു അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നത്? കാരണം നമുക്കൊക്കെ ഒരു പരിധി വരെ ഒരു വിശ്വാസമുണ്ട്, ഇന്നതൊക്കെ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ ഇതൊന്നും പോരാ. അങ്ങനെ ഒരു തൃപ്തിയില്ലായ്മയിൽ നിന്നാണോ ഈ ഒരു അന്ധവിശ്വാസത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നത്? തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മനുഷ്യൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ഡ്രൈവാണ്, മോട്ടിവേഷനാണ്, ഒരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ലൈഫിനൊരു മീനിങ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അത് പലപ്പോഴും മനുഷ്യന് കണ്ടെത്താൻ കഴിയാതെ വരുമ്പോഴാണ് പലപ്പോഴും അവരുടെ ലൈഫ് പല രീതിയിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകുന്നത്. അതിനൊരു എക്സ്ട്രീം ലെവൽ തന്നെയാണ് ഈ പറഞ്ഞ പോലെ അന്ധവിശ്വാസത്തിലേക്ക് ആൾക്കാർ പോവുകയും അതുവഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാം, സിഗ്നിഫിക്കൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള മിഥ്യാധാരണയിലാണ് പലരും പലപ്പോഴും ഇത്തരത്തിലുള്ള വഴികൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഓക്കെ സർ, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അതൊരു പരിധി വരെ ഇങ്ങനെ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർ, പക്ഷെ ഒരു എക്സ്ട്രീം എൻഡ് ഉണ്ട്. അതായത് ഇപ്പോൾ അച്ഛനും അമ്മയും കൊന്നു കഴിഞ്ഞ് അവരുടെ ആത്മാവ് പിന്നീട് നമുക്കെടുത്ത് പൂജിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ചുകൂടി നമുക്ക് വെൽത്ത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിവൈകൃതമായി പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് ഒരു രീതിയിൽ അതിന് പല രീതിയിലുള്ള മാനസിക രോഗങ്ങളോ മാനസിക പ്രശ്നങ്ങളോ പേഴ്സണാലിറ്റി വ്യക്തിത്വ വൈകല്യങ്ങളും ഒക്കെ ഉണ്ടാവാം. അതോടൊപ്പം തന്നെ ഇത് രണ്ടും, ഈ പറഞ്ഞ ആക്റ്റുകളൊക്കെ തന്നെ നമ്മുടെ മോറലായിട്ടുള്ള ലോകളെയും അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള ലോസിനെയൊക്കെ വയലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇറാഷണലായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മോറൽ ഇല്ലീഗൽ ആക്ട് തന്നെയാണ്. അത് അവരുടെ ഒരു താൽക്കാലികമായിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പെട്ടെന്നുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും അവരത് ചെയ്യുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഫുള്ളായിട്ടും പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് മാത്രം നമുക്ക് കാണാനായിട്ട് കഴിയില്ല. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ അന്ധവിശ്വാസത്തിൻ്റെതായിട്ടുള്ള എലമെൻറ്റും കൂടെ ചേർന്നുകൊണ്ടാണ് അത് വരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഈ ഒരു എക്സ്ട്രീം എൻഡിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു കൊലപാതക പ്രവണതയുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെയാണ് കൗൺസിലിങ്ങിലൂടെയോ അല്ലെങ്കിൽ മറ്റേത് രീതിയിലൂടെയാണ് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത്, ഒരു പഴയൊരു വ്യക്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? ഒരു ഹിസ്റ്ററി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്ത് തരത്തിലുള്ളൊരു മാനസിക വൈകല്യമാണ് അവർക്കുള്ളത്, കുറേ നാളായിട്ടുള്ളതാണോ, ഇപ്പോഴുള്ള രോഗത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അതനുസരിച്ചായിരിക്കും നമുക്ക് മുന്നോട്ട് പോവുക. ജനറലി അവർക്കുള്ള ആ ഇറാഷണൽ ആയിട്ടുള്ള ബിലീഫുകളെയും കോർ ബിലീഫുകളെയൊക്കെ തന്നെ റാഷണലി നമ്മളതിനെ സ്ക്രൂട്ടനൈസ് ചെയ്യും, അതിനെ റിയാലിറ്റിയിലേക്കും ട്രൂത്തിലേക്കും അവരെ ഗൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള പല സെഷനുകളിലൂടെ നമുക്ക് തീർച്ചയായിട്ടും അവരെ ആ ട്രൂത്തിലേക്കും റിയാലിറ്റിയിലേക്കും കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു എക്സ്ട്രീം എൻഡ് അല്ലാതെ തന്നെ അന്ധവിശ്വാസം നമുക്കും ഉണ്ട്. ഒരു ഓവർ വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അങ്ങ് പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളവരെ തിരിച്ച്, അതായത് അവർക്കൊരു മൈൻഡ് തിരിച്ച് നല്ല രീതിയിലാക്കണം
എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? അതായത് ഒരു കൺസൾട്ടിങ് ഇല്ലാതെ തന്നെ നമ്മുടെ മൈൻഡിനെ എങ്ങനെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും? വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും ഉണ്ട്. വിശ്വാസം വളരെ നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വിശ്വാസം വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സയൻസിൽ നമുക്കുള്ള വിശ്വാസം, ലീഗൽ സിസ്റ്റത്തിലുള്ള വിശ്വാസം, നമ്മൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് വണ്ടിയുടെ കീ തിരിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ദൈവത്തിലുള്ള വിശ്വാസം, നമ്മുടെ ലൈഫിനൊരു ഹോപ്പ് തരുന്നത് അത്തരത്തിലുള്ള റിലീജിയസ് ആയിട്ടുള്ള ഫെയ്ത്താണ്. അപ്പോൾ ആ വിശ്വാസങ്ങൾ നമ്മുടെ ലൈഫിനെ വലിയ രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ എപ്പോഴാണ് ഈ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള മോറലായിട്ടുള്ള വാല്യൂസിനെ തകിടം മറിച്ചുകൊണ്ട് നമ്മൾ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് അവിടെയാണ് ആ ഡിഫറൻസ് വരുന്നത്. ആ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള വാല്യൂസിനെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് നമ്മൾ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് അന്ധവിശ്വാസത്തിലേക്ക് വരുന്നത്. അല്ലാതെ റിലീജിയസ് ആയിട്ട്, മോറലായിട്ട്, ലീഗലായിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം നമ്മുടെ ലൈഫ് ഹോപ്പ്ഫുള്ളായിട്ട് മുന്നോട്ട് കണ്ടക്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു ഒന്നിലും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, ഇപ്പം എത്തിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒന്നിലും വിശ്വാസമില്ല, ഞാനിപ്പോൾ ഇന്ന് ജീവിക്കുന്നു ഇന്ന് പോകുന്നു എന്നൊരു രീതിയിൽ പോകുന്നു. അപ്പം അങ്ങനെയുള്ളവരെ എന്തായിരിക്കും? ഒരു അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഈവൻ ഏത്തിയിസ്റ്റുകളെ നോക്കിയാലും അവരും വിശ്വസിക്കുന്ന എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർ പോലും അത് അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ അവർ തന്നെ അത് സമ്മതിച്ചു തരണമെന്നില്ല. ചിലപ്പം അവർ പോലും അറിയാതെ വിശ്വസിക്കുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ അവരുടെ ലൈഫിനെ മുന്നോട്ടേക്ക് ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അപ്പോൾ നമ്മൾ ദൈവം അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ ദൈവം എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ ലൈഫ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവർ ലൈഫ് കണ്ടക്ട് ചെയ്യുന്ന എന്തോ ഒരു ഐഡിയ ഉണ്ട്. ആ ഒരു ഐഡിയയും ഇല്ലെങ്കിൽ ആക്ച്വലി ലൈഫ് ഒരിക്കലും നമുക്ക് മുന്നോട്ടേക്ക് പോകില്ലല്ലോ. നമ്മുടെ പ്രസന്റിൽ മാത്രം നിൽക്കുകയല്ല. നമുക്കൊരു കാലം മുന്നോട്ടേക്ക് വയ്ക്കണമെങ്കിൽ തന്നെ ഒരു ഫെയ്ത്ത്, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് നമുക്ക് ലൈഫിൽ അത്യാവശ്യമാണ്. അപ്പോൾ ഫ്യൂച്ചറിനെ എപ്പോഴും നമുക്ക് ഹോപ്പ്ഫുൾ ആയിട്ട് ഫെയ്ത്തോടുകൂടെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ആ ഹോപ്പ് നമുക്ക് പോകുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ലൈഫ് കൂടുതൽ ഫ്രസ്ട്രേറ്റഡും ഡിസ്ട്രസ്ഡും പെയിൻഫുള്ളും ആയിട്ട് മാറുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണുന്നത്. സർ, നാളെ ഉണരും എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമാണ്. എന്നാൽ ഈ അന്ധവിശ്വാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? അവർക്ക് പൊതുവിൽ ഡിലൂഷൻ എന്ന് പറയും. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം, അൺഷേക്കബിൾ ഫാൾസ് ബിലീഫിനെയാണ് നമ്മൾ ഡിലൂഷൻസ് എന്ന് പറയുന്നത്. അപ്പം പലരും ഈ അന്ധവിശ്വാസത്തിലേക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രിയകളിലേക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ തന്നെ അവരുടെ തോട്ട്സ് മോസ്റ്റ്ലി ഡിലൂട്ടഡ് ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് റിയാലിറ്റിയിൽ നിന്ന് അവർ ഡിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും ലൈഫിനെയും അവർ വേൾഡിനെയൊക്കെ വ്യൂ ചെയ്ത് കാണുന്നത്. അപ്പോൾ അത് സബ്സിക്വൻ്റ്ലി തീർച്ചയായിട്ടും ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ഓൾറെഡി തന്നെ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അത് കൂടുതൽ വഷളാവാനും ഈ ഉണ്ടാകുന്ന ഇമ്പയർമെൻറ്റുകളൊക്കെ തന്നെ കൂടുതൽ ഗുരുതരമാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഈ അന്ധവിശ്വാസം ഉള്ള ആൾക്കാർക്കിടയിൽ താമസിക്കുമ്പോൾ തന്നെ മറ്റാൾക്കാർ പക്ഷെ റിയാലിറ്റിയിലായിരിക്കും നിൽക്കുന്നത്. എന്നാലും ഇവരെയും കൂടി ഈ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറ്റവർ ശ്രമിക്കും, ഒരു രണ്ട് കൂട്ടരുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അതിൽ നിന്ന് നമുക്കിങ്ങനെ മാറാം വേണ്ട. ഈ റിയാലിറ്റിയിൽ നിൽക്കുന്ന ആൾക്ക് അന്ധവിശ്വാസത്തിലേക്ക് പോകാനുള്ള താല്പര്യമില്ല, അഥവാ അതിലോട്ടൊരു ചായ്വ് വന്നാലും എങ്ങനെയാണ് നമുക്ക് ആ ഒരു റിയൽ ലൈഫിൽ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനും നമ്മുടേതായിട്ടുള്ള തോട്ട്സിൽ തന്നെ പോകാനായിട്ടും സാധിക്കുന്നത് എങ്ങനെയാണ്? പലപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സോഷ്യൽ കണക്ഷൻസ് കുറവായിരിക്കും. അവർ ഐസൊലേറ്റഡ് ആയിട്ട് അവരുടേതായിട്ടുള്ളൊരു വേൾഡിൽ അവരുടേതായിട്ടുള്ള തോട്ട്സുകളിലായിരിക്കും അവർ ജീവിക്കുക. കാരണം മറ്റു ആൾക്കാരോട്ട് ഇൻട്രാക്ട് ചെയ്യുകയും സംസാരിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി അവരുടെ ആ റിയാലിറ്റി ചെക്ക് ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ അവർക്ക് ആ ഒരു എക്സിസ്റ്റൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻസ്, മറ്റുള്ളവരുടെ ഒരു വാലിഡിറ്റി ഇവയൊക്കെ കണ്ടുപിടിക്കുന്നതിന് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും അവരുടെ തോട്ട്സ് ഒന്നോ രണ്ടോ പേരിൽ അല്ലെങ്കിൽ അവർ തന്നെ ആയിരിക്കും അവരുടെ ഉള്ളിൽ കൊണ്ട് നടക്കുക. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് അത് കൂടുതൽ ദോഷം ഉണ്ടാവുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അപ്പം ഇത് ഉണ്ടാവാതിരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മൾ മറ്റു ആൾക്കാരോട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഫാൾസ് ആയിട്ടുള്ള ഐഡിയ നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് അത് ഫാൾസ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരായിട്ട് സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫാൾസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക തെറ്റാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ കോൺവെർസേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ അവരൊരു വിചാരിക്കുന്നത് തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും റിയാലിറ്റിയും ട്രൂത്തുമായിട്ട് ഒരു ഫാൻറ്റസിയിൽ ലൈഫ് കണ്ടക്ട് ചെയ്യുന്ന അവസ്ഥയെ വരുള്ളൂ. അപ്പോൾ കമ്മ്യൂണിക്കേഷനും സോഷ്യൽ ഇൻട്രാക്ഷനും നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ട്രൂത്തിലേക്കും റിയാലിറ്റിയിലേക്കും എത്തിക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാത്ത് തന്നെയാണ്. ഓക്കെ, അന്ധവിശ്വാസത്തെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത്. അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാതിരിക്കുക, ഒരുതരം വിശ്വാസം നമ്മൾ എപ്പോഴും നിലനിർത്തി കൊണ്ടുപോവുക, അല്ലേ സർ? തീർച്ചയായും. സോ ഇന്നത്തെ സബ്ജക്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും എത്താം. നമസ്കാരം.